ഗോപിക, ഇപ്പോൾ ഈ CPM-കാർക്ക് കഷ്ടകാലമാണ് തോന്നുന്നു അല്ലേ? തികച്ചും എല്ലാം കൊണ്ട് കഷ്ടമാണ്. നമുക്ക് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാക്കൾക്കൊപ്പം മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം വർക്കലയിൽ CPM നേതാവായ നിതിൻ നായർ ഗുണ്ടകൾക്കൊപ്പം മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ജനം TV ലഭിച്ചു. കഴിഞ്ഞ ദിവസം 19-കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾക്കൊപ്പമാണ് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മദ്യപാനം. വിശദാംശങ്ങൾ നൽകാൻ ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഈ CPM നേതാക്കൾക്ക് അതേ ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ഏരിയ കമ്മിറ്റി അംഗമായി കഴിഞ്ഞാലും അത് സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി കഴിഞ്ഞാലും ഏതൊരാൾക്കും കഷ്ടകാലമാണ് തോന്നുന്നത്. ഇപ്പോഴും ഈ പ്രതികൾക്കൊപ്പം മദ്യപിക്കുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം മദ്യപിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്? ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണോ സ്വാഭാവികമായും നേതൃത്വം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? KP ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് എപ്പോഴും CPM സ്വീകരിക്കാറ്. സമാനമായി തന്നെയാണ് ഇവിടെ നിതിൻ നായരുടെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ വർക്കലയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഒരു 19-കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അവിടെയുള്ള ചില പ്രാദേശിക CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ആ ഗുണ്ടാ സംഘങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ പ്രാദേശിക CPM പ്രവർത്തകൻ മദ്യപിച്ച് കൂത്താടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വർക്കലയിലെ CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറും ഒപ്പം തന്നെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നിതിൻ നായരാണ് ഗുണ്ടാ നേതാക്കളുടെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസമൊക്കെ ജനം TV വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിൽ മദ്യസൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ഗുണ്ടാ നേതാക്കന്മാരുടെ മദ്യസൽക്കാരത്തിലടക്കം പങ്കെടുക്കുന്ന CPM നേതാക്കന്മാരുടെ വാർത്തകൾ മുൻപ് നമ്മൾ പുറത്തുവിട്ടതാണ്. സമാനമായി തന്നെയാണ് വർക്കലയിലെ ഈ സംഭവം കാണേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും പാർട്ടി ഔദ്യോഗികമായി നടപടികളൊന്നും തന്നെ നിതിൻ നായർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിമിനൽ പ്രതികൾക്കൊപ്പമാണ് ഈ CPM-ന്റെ പ്രാദേശിക നേതാവ് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെയൊക്കെ ക്യാമ്പയിൻ നടത്തുന്ന അതേ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഗുണ്ടകൾക്കൊപ്പം ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുകയും മദ്യപിക്കുകയും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്കൊപ്പമാണ് ആടിയും പാടിയും പ്രാദേശിക CPM നേതാവ് ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഈ വിനോദസഞ്ചാരത്തിനൊക്കെ എത്തിയ ആളുകളെ മർദ്ദിച്ച് അവശനാക്കിയ കേസുമായി ബന്ധപ്പെട്ടും അവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലൊക്കെ പ്രതികളായവർക്കൊപ്പം CPM നേതാക്കൾ ഇത്തരത്തിൽ മദ്യപിച്ച് പങ്കെടുക്കുന്ന കലാപരിപാടികൾ അത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. KP സൂചിപ്പിച്ചതുപോലെ എന്തായാലും CPM നേതാക്കന്മാർക്കും CPM പ്രവർത്തകർക്കും ഒക്കെ അത്ര നല്ല കാലമല്ല ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് മദ്യസൽക്കാരത്തിൽ പങ്കെടുക്കുന്ന പ്രാദേശിക നേതാവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. ഇനി എന്ത് നിലപാട് എന്ത് നടപടി CPM-ന്റെ ജില്ലാ നേതൃത്വവും പ്രാദേശിക CPM നേതൃത്വവും സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സംരക്ഷണ കവചം ഒരുക്കി ന്യായീകരണവും ക്യാപ്സ്യൂളുമായി CPM നേതാക്കൾ രംഗത്ത് വരുമെന്നുള്ളതിൽ സംശയമില്ല. KP ഗോപിക.